മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇനി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്നവരെയെല്ലാം വ്യവസ്ഥകൾക്ക് വിധേയമായി പദ്ധതിയിൽ ചേർക്കാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചു. EPF നിയമപ്രകാരം 15,000 രൂപ വരെ വേതനം വാങ്ങുന്നവരെയാണ് നിർബന്ധമായും അംഗങ്ങളാക്കേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതി കരാർ ജീവനക്കാർക്ക് നിലവിലെ കുറഞ്ഞ വേതനം 24,040 രൂപയാണ്. അതിനാൽ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും അവരെ പദ്ധതിയിൽ ചേർക്കുക. 15,000 രൂപ വരെ വേതനമുള്ള താൽക്കാലിക ജീവനക്കാരെ നിർബന്ധമായും ചേർക്കും. 15,000 രൂപയോ അതിലധികമോ പ്രതിമാസ വേതനം വാങ്ങുന്ന താൽക്കാലിക ജീവനക്കാർ 1,800 രൂപ വരെ PF-ലേക്ക് അടക്കണം. 15,000 രൂപയുടെ 12% PF-ലേക്ക് അടക്കേണ്ടത്. 1,950 രൂപയാണ് തൊഴിലുടമയുടെ വിഹിതം. തദ്ദേശ സ്ഥാപനങ്ങളോ ബന്ധപ്പെട്ട ജില്ലാ, സംസ്ഥാന അധികാരികളോ ശ്രം സുവിധ പോർട്ടലിൽ തൊഴിലുടമ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാ മാസവും 15-ന് മുൻപ് മൊത്തം തുകയും PF ഫണ്ടിലേക്ക് അടക്കണം. തൊഴിലുറപ്പ് ഭരണച്ചെലവിനുള്ള പണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് അനുവദിക്കുന്നത്. ഇത് കിട്ടാൻ പലപ്പോഴും താമസമുണ്ടാകും. അതിനാൽ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകൾ തുക തനത് ഫണ്ടിൽ നിന്ന് അടക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് തിരികെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തും. EPF-ൽ നിക്ഷേപിക്കുന്ന തുക എളുപ്പം പിൻവലിക്കാൻ കഴിയാത്തതിനാൽ ജീവനക്കാർക്ക് സമ്പാദ്യം ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് പ്രധാന പ്രത്യേകത. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം 2 ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് പെൻഷൻ വിതരണം മാറിയിട്ടുള്ളത്. നവംബർ മാസം 6-ാം തീയതി 1 ഗഡു പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു. ഈ മാസം 25-ന് ശേഷം വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു. ഈ വിതരണത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബറിൽ സഹായം എത്തിച്ചേരും. 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട്. പെൻഷൻ വിതരണം ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. അതായത് നവംബർ അവസാനം വിതരണം ചെയ്യേണ്ട 1 ഗഡുവും ഡിസംബർ മാസം നൽകേണ്ട തുകയും ചേർത്ത് 3,200 രൂപ ഒരുമിച്ച് ഡിസംബറിൽ വിതരണം ചെയ്യും. 2 ഗഡു ഒരുമിച്ച് നൽകുന്നത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. മസ്റ്ററിംഗ് ചെയ്തവർ, രേഖകൾ സമർപ്പിച്ചവർ, വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്തവർ, ഇത്തരത്തിലുള്ള എല്ലാവർക്കും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും. നിലവിൽ വിതരണം ചെയ്ത ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർ സ്റ്റാറ്റസ് പരിശോധിക്കുക. സേവന പെൻഷൻ സൈറ്റിൽ കയറി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ വ്യക്തമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതിന്റെ കാരണം മനസ്സിലാകും. മസ്റ്ററിംഗ് ചെയ്യാത്തവർ ചെയ്യുക. രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിക്കുക. ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാസങ്ങളായി കേന്ദ്ര സഹായം, അതായത് 200, 300, 500 ഇത്തരത്തിൽ കുറവ് വരുന്നവർ ആ വിവരം പഞ്ചായത്തിൽ അറിയിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.